ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തി ഫ്രൈ ആട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ചേർത്തുകൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി ഫ്രൈ കിട്ടും കേട്ടോ. നല്ല രുചിയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മത്തി നല്ലപോലെ ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ട മസാല എന്തെല്ലാമെന്ന് നോക്കിയിട്ട് വരാം. 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കേട്ടോ, 1 സ്പൂണ് കുരുമുളക്, 1 ഏലക്കായ, 1 തുണ്ട് പട്ട, 2 കറാമ്പൂ, ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം. ഇതൊക്കെ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി കേട്ടോ, 1/2 സ്പൂണ് ഉപ്പ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. നല്ലപോലെ ഒന്ന് ഒരു പേസ്റ്റാക്കി നമുക്കതൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്കിത് മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയാകുന്നത് വരെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. ഞാൻ എന്താ മസാലയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ തീർച്ചയായിട്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നല്ലപോലെ മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാനാണ്. ഇനി പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോരോ മീനുകളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ, അപ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ഫിഷ് ഫ്രൈക്ക്. ജീരകമൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഫ്രൈക്ക്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ മൊരിഞ്ഞ് പോകരുത് കേട്ടോ. നമുക്കിങ്ങനെ പിച്ചുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈ. സിമ്മിൽ വെച്ച് നല്ലപോലെ ഒന്ന് നമുക്കിനി വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മൾ എണ്ണയൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകേ. നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിനി പതുക്കെ ഓരോരോ മീനുകളായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതെല്ലാ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയതുകൊണ്ട് കണ്ടോ നല്ലപോലെ പതഞ്ഞ് വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മുരിക്കരുത്. ഈ ഒരു പരുവം വേണ്ട നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാവാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചെറിയ ജീരകം എന്തായാലും ചേർക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വിട്ടുപോകാതെ ചേർക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ കേട്ടോ. ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് സൂപ്പറായിരിക്കും നമ്മുടെ ഫിഷ് ഫ്രൈ.